ഗുഡ് മോർണിംഗ്. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചു വെച്ചിരുന്നത് സർവനാമം പ്രത്യയവും ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ നന്നായി പഠിച്ചു വെച്ചു. ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക എന്നും പഠിച്ചു. ഇനി ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും വേർഡ് ഫോം ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാൻ പോവാം ഇന്ന്. അപ്പോൾ മുകളിലായിട്ട് മുകളിലായിട്ട് ടോപ്പ് മോസ്റ്റ് ഏരിയയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രത്യയമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതെല്ലാം ഓരോന്ന് വിധം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ എല്ലാം എക്സാമ്പിൾ അടക്കം നമ്മൾ പറഞ്ഞു പോയതാണ്. സോ ഇതിന് ഇനി റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് സർവനാമമാണ്. അപ്പോൾ സർവനാമം നമ്മൾ എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചു പോയി. ഇന്ന് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ഒരു സർവനാമവും ഒരു പ്രത്യയം കൂടെ വരുമ്പോൾ എന്ത് വേർഡായിരിക്കും വരിക എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മെയിം എന്ന വേർഡും നേ എന്നതും കൂടെ, നെയ്ക്ക് അർത്ഥമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും എന്നാണ്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? അല്ലേ? ഇനി അടുത്തതോ? ഒരു മിനിറ്റ്. ഓക്കെ. അടുത്തത് തു വരുമ്പോഴോ? തു നേ എന്ന് വരും. അതുപോലെ തും വരുമ്പോഴോ? തും നേ എന്ന് വരും. ആപ്പ് വരുമ്പോഴോ? ആപ്പ് നേ എന്നും വരും. ഇതിനകത്ത് മേം നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് തന്നെയായിരിക്കും. തും നേ എന്ന് പറയുമ്പോഴോ? നീയും. തുമ്നെ എന്ന് പറയുമ്പോൾ നിങ്ങളും. ആപ്നെ എന്ന് പറയുമ്പോൾ താങ്കളും. കാരണം നെയ്ക്ക് മീനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത് അതേ മീനിങ് തന്നെയായിരിക്കും വരിക. ഹം ആണെങ്കിലോ ഹം നെ എന്ന് വരും, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇതുപോലെ സെയിം മീനിങ്ങുകൾ തന്നെയാണ് വരിക. ഇനി നമുക്ക് അടുത്തത് കോ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കോയിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. മെയിൻ പ്ലസ് കോ വരുമ്പോൾ എന്ത് വരും? മുജുക്കോ എന്ന് വരും. ഇതിന് മുജുക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എനിക്ക്, എന്നെ എന്ന മീനിങ്ങുകളാണ് മുജുക്കോ എന്ന വാക്കിന് വരുന്നത്. അടുത്തത് മെയിൻ പ്ലസ് സേ എന്താ വരിക? മുജുസേ എന്നാണ് വരിക. മുജുസേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എന്നിൽ നിന്ന്, എന്നെ കൊണ്ട്, അങ്ങനത്തെ മീനിങ്ങുകളാണ് വരിക. ഇനി മെയിൻ പ്ലസ് കാ എന്താണ് വരിക? മേര ആണ് വരിക. മേര എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ. ഇനി മെയിൻ പ്ലസ് കെയോ? മേരേ ആണ് വരിക. അതും എന്താ? സെയിം മീനിങ്, എൻ്റെ. കാരണം എന്താ? ഇവിടെ കാ, കേക്ക് എല്ലാത്തിനും സെയിം ആണ് വരിക. മീനിങ്ങുകൾ വ്യത്യാസമുണ്ട്. മേരി ആട്ടോ, മേരി. മീനിങ്ങുകൾ വ്യത്യാസമുണ്ട്. മേര എന്ന് പറഞ്ഞാലും മേരി എന്ന് പറഞ്ഞാലും മേരി എന്ന് പറഞ്ഞാലും എല്ലാത്തിൻ്റെയും മീനിങ് എന്താണ്? എൻ്റെ എന്നാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നത് എന്താ? മേര എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് ഏകവചനാണ്. മേരി എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് ബഹുവചനാണ്. മേരി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ്. ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള പ്രത്യേക എന്ന ഒരു ക്ലാസ്സിൽ പാർട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുണ്ട്. സോ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക, എന്നാലായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായി മനസ്സിലാവുക. ഇനി മെയിം പ്ലസ് മേ എന്താണ് വരിക? മെയിം പ്ലസ് മേ എന്താണ് വരിക? എന്ത് വരും? മുജ്മേം എന്ന് വരും. ഓക്കെ ആണല്ലോ? മുജ്മേം എന്ന് വരും. ഓക്കെ ആണല്ലോ? അടുത്തത് ഈ മുജുക്കോ എന്ന വാക്കുണ്ടല്ലോ, അതിന് പകരമായിട്ട് നമ്മൾ എന്തും കൂടി യൂസ് ചെയ്യും? എന്തും കൂടെ യൂസ് ചെയ്യും? എന്തും കൂടെ യൂസ് ചെയ്യും നമ്മൾ? മുജെ എന്ന വാക്കും കൂടെ നമ്മൾ കൂടെ ഉപയോഗിക്കും. കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? മെയിൻ പ്ലസ് കോയ്ക്ക് മുജെ എന്നും പറയും. ഇനി മുജുപ്പർ ആകുമ്പോഴോ? മെയിൻ പ്ലസ് പർ ആകുമ്പോഴോ? മുജുപ്പർ എന്നും വരും. മുജുപ്പറിന്റെ മീനിങ് എന്താ? എൻ്റെ മീതെ എന്നൊക്കെ ഉള്ളതാണ്. മുജ്മേം എന്ന് പറഞ്ഞാൽ എന്നിൽ എന്നതുമാണ് മീനിങ്. ഇനി തു പ്ലസ് കോ എന്തായിരിക്കും വരിക? തു പ്ലസ് കോ എന്തായിരിക്കും വരിക?
തുജുക്കോ എന്നാണ് മീനിങ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക്, നിന്നെ എന്ന മീനിങ് വരുന്നതെല്ലാം എന്താ? തുജുക്കോ ആണ്. നിങ്ങളപ്പം ഇത് നോട്ടിലേക്ക് എഴുതുന്നവർ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്ന മീനിങ്സും കൂടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി തു പ്ലസ് സേ എന്താണ് വരിക? തു പ്ലസ് സേ തുജ്സേ എന്നാണ് വരിക. അതിൻ്റെ മീനിങ് എന്താ വരുന്നേ? അതിൻ്റെ മീനിങ് നിന്നിൽ നിന്ന്, നിന്നെ കൊണ്ട്, അങ്ങനത്തെ മീനിങ്ങുകളാണ് ഇനി വരിക. ഇനി തു പ്ലസ് കാ എന്താണ് വരിക? തേര എന്നാ വരിക. അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാം? നിന്റെ എന്നാണ്, നിന്റെ. ഇനി തു പ്ലസ് കേയോ? തേരെ ആണ് വരിക. അതിൻ്റെ മീനിങ് എന്താ? നിന്റെ. ഇനി തു പ്ലസ് കി എന്താണ് വരിക? തേരി വരും. മീനിങ് എന്താണ്? നിന്റെ. വ്യത്യാസം എന്താണെന്ന് അറിയാലോ അല്ലേ? പുല്ലിംഗ ഏകവചനാണ്, പുല്ലിംഗ ബഹുവചനാണ്. സ്ത്രീലിംഗ ഏകവചനം, ബഹുവചനം തേരിയാണ്. ഇനി തു പ്ലസ് മേം എന്ത് വരും? തുജ് മേം എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? നിന്നിൽ എന്നാണ്. ഇനി പെർ വരുമ്പോഴോ? തുജ് പെർ എന്നും വരും. ഇതൊക്കെ ആണല്ലോ. ഇനി അടുത്തത് തും വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് നോക്കാം. തുമ്മിൻ്റെ ഒപ്പം കോ വരുമ്പോൾ എന്തായിരിക്കും വരിക? തും കോ ആണ് വരിക. ഇനി അതിൻ്റെ അർത്ഥം എന്താ? തും കോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക്, നിങ്ങളെ എന്നുള്ള മീനിങ്ങുകളാണ് വരിക. ഇനി തും പ്ലസ് സേ എന്തായിരിക്കും വരിക? തും സേ ആയിരിക്കും. തും സേൻ്റെ മീനിങ് എന്താ? നിങ്ങളെ കൊണ്ട്, നിങ്ങളാൽ എന്നുള്ള മീനിങ് ആണ് വരിക. ഇനി തും പ്ലസ് കാ എന്താണ് വരുന്നത്? തും പ്ലസ് കാ എന്തായിരിക്കും വരിക? നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടാവും, തുംഹാര. അടുത്തത് കെ വരുമ്പോഴോ? തുംഹാരേ, തുംഹാരി. ഇതെല്ലാം എവിടെ വരുന്നതാണ്? തും പ്ലസ് കാ വരുമ്പോഴും, തും പ്ലസ് കെ വരുമ്പോഴും, തും പ്ലസ് കി വരുമ്പോഴും. വ്യത്യാസം എന്താ? പുല്ലിംഗ് ഏകവചനായിരിക്കും തുംഹാര, പുല്ലിംഗ് ബഹുവചനായിരിക്കും തുംഹാരെ, സ്ത്രീലിംഗ ആണെങ്കിൽ തുംഹാരി ആയിരിക്കും വരിക. ഇനി എല്ലാത്തിൻ്റെയും മീനിങ് എന്താണ്? നിങ്ങളുടെ എന്നതാണ് എല്ലാത്തിൻ്റെയും മീനിങ്. ഓക്കെ ആണല്ലോ? തുംഹാര, തുംഹാരെ, തുംഹാരി. മീനിങ് എന്താണ്? നിങ്ങളുടെ. ഇനി തും പ്ലസ് മേം എന്താണ്? തും മേം എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിൽ. ഇനി തും പ്ലസ് പെറോ? തും പെർ. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ മീതെ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇനി ആ പ്ലസ് കോ എന്താ വരുന്നേ? ആപ്കോ. അതിൻ്റെ അർത്ഥം എന്താ? ആപ്കോയുടെ താങ്കൾക്ക് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി ആ പ്ലസ് സേയോ? ആപ്സേ. ആപ്സയുടെ അർത്ഥം എന്താ? ആപ്സയുടെ അർത്ഥം എന്താ? താങ്കളാൽ, താങ്കളെ കൊണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി ആ പ്ലസ് കാ എന്താ വരിക? ആപ്ക. അതിൻ്റെ മീനിങ് എന്താ? താങ്കളുടെ. ആ പ്ലസ് കെ എന്താ? ആപ്കെ. അതിൻ്റെ മീനിങ് എന്താ? സെയിം, താങ്കളുടെ എന്നുള്ളതാണ് മീനിങ്. ഇനി ആ പ്ലസ് കിയോ? ആപ്കി. മീനിങ് എന്താ? താങ്കളുടെ. ഓക്കെ ആണല്ലോ. ഇനി ആ പ്ലസ് മേം എന്ത് വരും? ആപ് മേം. അതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? ആ പ്ലസ് മേം എന്നതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? അതിൻ്റെ മീനിങ് താങ്കളിൽ എന്നാണ്. ഇനി പെർ വരുമ്പോഴോ? ആ പെർ എന്നായിരിക്കും വരിക. സിമിലർ മീനിങ് തന്നെയായിരിക്കും പെറിന് വരിക. ഇനി അടുത്തത് നമുക്ക് നടക്കാം ഹമ്മിലേക്ക്. ഹം എന്ന് പറയുമ്പോൾ ഹം പ്ലസ് കെ എന്താ വരിക? ഹം പ്ലസ് കെ. ഹം കെ. ഹം കെ നമ്മൾ ഉപയോഗിക്കൽ കുറവാട്ടോ. സോറി, ഹം കോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കൽ കുറവാട്ടോ. ഇത് കോയാണ്, ഹം പ്ലസ് കോയാണ്. ഹം കോ എന്ന് യൂസ് ചെയ്യുന്നത് കുറവാണ്. കൂടുതലും ഉപയോഗിക്കുന്നത് ഹമേം എന്ന വാക്കാണ്. ഹമേം എന്ന വാക്കിൻ്റെയും ഹംകോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക്, ഞങ്ങളെ എന്നുള്ളതാണ്. ഇനി ഹം പ്ലസ് സേൻ്റെ അതെങ്ങനെ എഴുതാം? ഹംസേ. ഹം സേ. അതിൻ്റെ മീനിങ് എന്താ? ഞങ്ങളെ കൊണ്ട്, ഞങ്ങളാൽ എന്നതാണ്. ഇനി ഹം പ്ലസ് കാ എന്താണ്? ഹമാര. ഹമാര എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ എന്നാണ്. ഇനി ഹം പ്ലസ് കെയോ? ഹമാരെ. മീനിങ് എന്താ? ഞങ്ങളുടെ. ഇനി ഹം പ്ലസ് കിയോ?
ഹമാരി മീനിങ് എന്താ? ഞങ്ങളുടെ. ഹം പ്ലസ് മേം എന്താ വരെ? ഹം പ്ലസ് മേം എന്ത് വരും? ഹമേം മീനിങ് എന്താ? ഞങ്ങളിൽ എന്നതാട്ടോ. ഹം പ്ലസ് പറോ ഹംപർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീതെ. ഇനി അടുത്തൊരു സെറ്റാണ് യേ വേ. അടുത്തത് യഹ് വഹ്. ഈ യേ വേ ഏകദേശം ഒരേ പാറ്റേണിൽ നമ്മൾ എഴുതുക. അതിന് നേ വരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇനോനെ എന്ന് പറയും. അടുത്തതോ ഉനോനെ എന്നും എഴുതും. ഇത് ഉ ന പ്ലസ് ഹ, ഇത് ഇ ന പ്ലസ് ഹായാട്ടോ. ഓക്കെ ആണല്ലോ. ഇതിനൊരു ഇന്നും ഇവിടെ ഒരു ഉന്നും ഉണ്ട്. നമ്മൾ മൊത്തം എഴുതി പോകുന്നത് ഇനി ആ ഒരു പാറ്റേണിലാണ്. അതായത് എ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ എന്താ? ഇനോനെ ഉനോനേൻ്റെ മീനിങ് എന്താ? സെയിം മീനിങ് ആണ്. എയുടെയും ബേയുടെയും തന്നെ മീനിങ് ആണ്. കാരണം എന്താ? നേ വരുമ്പോൾ അർത്ഥമില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തേക്ക് കിടക്കാം. എ പ്ലസ് കോ എന്താണ് വരിക? ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻകോ. അതാട്ടോ. ഇവിടെ ഉൻകോ എന്നും വരും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ മൊത്തം ഒരു ഇൻ ആയിരിക്കും, അടിയിലോ വേയ്ക്ക് മൊത്തം ഒരു ഉൻ എന്നൊരു വാക്കുമാണ് വരിക. ഇനി ഇൻകോയുടെ മീനിങ് എന്താ? ഇൻകോ ഇൻകോ അവർക്ക് അവയ്ക്ക് എന്ന മീനിങ് ആണ് രണ്ടിനും വരുന്നത്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻകോയ്ക്ക് ഇവർക്ക് ഇവയ്ക്ക് എന്ന മീനിങ് ആണെങ്കിൽ ഉൻകോയ്ക്ക് എന്തായിരിക്കും വരിക? അവർക്ക് അവയ്ക്ക് എന്ന മീനിങ് ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഇനി എ പ്ലസ് സേ എന്തായിരിക്കും വരിക? ഇൻസേ. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഇവയിൽ നിന്ന് എന്ന മീനിങ് ആയിരിക്കും. ഇനി വേ പ്ലസ് എ ആണെങ്കിലോ ഉൻസേ. അതിൻ്റെ മീനിങ് എന്താ വരുന്നേ? അവരെ കൊണ്ട് അവയിൽ നിന്ന്. അപ്പം ആ എന്നൊരു വാക്കിൻ്റെയും ഈ എന്ന വാക്കിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ. ഇനി എ പ്ലസ് കാ എന്തായിരിക്കും? ഇൻക. താഴെ എന്തായിരിക്കും വരിക? ഉൻക. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? വേർഡിൻ്റെ മീനിങ്ങിൻ്റെ വ്യത്യാസം എന്താ? ഇൻക എന്ന് പറയുമ്പം ഇവരുടെ എന്നതും ഇവയുടെ എന്നതൊക്കെയാണ് വരിക. ഉൻക ആണെങ്കിലോ അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്ന മീനിങ് ആയിരിക്കും വരിക. സിമിലർ മീനിങ് ആയിരിക്കും കെ വരുമ്പോൾ ഇൻകെ എന്നും ഇൻകി എന്നും വരും. ഓക്കെ ആണല്ലോ. ഇവിടെയോ ഉൻകെ എന്നും ഉൻകി എന്നും വരുന്നു. കാരണം കാ കെ കി. അതുപോലെ ഈ ഇന്നിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇവരുടെ 3 പേരുടെയും മീനിങ്ങുകൾ സെയിമാ. ഇൻക ഇൻകി ഇൻകി ഇവരുടെ 3 പേരുടെയും സെയിം മീനിങ്. എന്താ മീനിങ്? ഇവരുടെ ഇവയുടെ എന്ന മീനിങ് വരിക. ഇനി ഉൻക ഉൻകി ഉൻകിയുടെയോ അവയുടെ അവരുടെ എന്നൊരു മീനിങ് ആ വരിക. ഓക്കെ ആണല്ലോ. ഇനി എ പ്ലസ് മേം എന്തായിരിക്കും വരിക? ഇൻമേം. അതിൻ്റെ മീനിങ് എന്താ? ഇൻമേമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് ഇവരിൽ ഇവയിൽ എന്നാണ് മീനിങ് വരിക. ഇനി ഇവിടെയോ വേ പ്ലസ് മേം ഉന്മേം എന്ന വരിക. അതിൻ്റെ അർത്ഥം എന്താ? അവരിൽ അവയിൽ എന്ന മീനിങ് ആണ് വരുന്നത്. ഇനി എ പ്ലസ് പറും എന്താ വരുന്നത്? ഇൻപർ. അടുത്തത് ഉൻപർ. ഓക്കെ ആണല്ലോ. അവയുടെ മേൽ അവയുടെ മേൽ അവരുടെ മേൽ അല്ലെങ്കിൽ ഇവരുടെ മേൽ ഇവയുടെ മേൽ. ഇൻപർ ആണ് ഇവരുടെ മേൽ ഇവയുടെ മേൽ എന്ന് വരിക. ഉൻപർ ആണെങ്കിലോ അവയുടെ മേൽ അവരുടെ മേൽ എന്ന മീനിങ് വരും. ഇതുപോലെ നമുക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റുന്നതാണ് വഹും യഹും. അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. യഹ് എന്ന് പറയുമ്പോൾ ഇസ്നെ എന്നും വഹ് പ്ലസ് നെ വരുമ്പോൾ ഉസ്നെ എന്നുമാണ് വരിക. പിടികിട്ടിയോ? നേരത്തെ ഇന്നും ഉന്നുമായിരുന്നപ്പോൾ ഇവിടെ ഇസ് ഉസ് എന്ന 2 വാക്കുകളാണ് ഇനി റിപ്പീറ്റ് ചെയ്ത് വരിക എന്ന് മനസ്സിലാക്കാം. ഇസ്നെ എന്ന വാക്കിൻ്റെ അർത്ഥം യഹ് എന്ന വാക്കുമായിട്ട് സിമിലർ ആയിട്ടായിരിക്കും വരിക. യഹിൻ്റെയും വഹിൻ്റെയും മീനിങ് എന്താ? യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്നും, വഹ് എന്ന് പറഞ്ഞാൽ അവൻ അവൾ അത് ആ എന്നും കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ യഹ് പ്ലസ് നെ വരുമ്പോൾ എന്ത് തന്നെയായിരിക്കും?
ഇവൻ, ഇവൾ, ഇത്, ഈ എന്ന മീനിങ് ആണ്. വഹ് പ്ലസ് നേ വരുമ്പോൾ ഉസ്നെ, അതിന്റെ മീനിങ് എന്താണ്? അവൻ, അവൾ, അത്, ആ എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് യഹ് പ്ലസ് കോ വരുമ്പോൾ എന്ത് വരും നോക്കാം. യഹ് പ്ലസ് കോ വരുമ്പോൾ എന്തായിരിക്കും വരിക? അതെ, ഇസ്കോ എന്ന് വരും. ഇസ്കോ എന്ന് വരും. അതുപോലെ വഹ് പ്ലസ് കോയോ ഉസ്കോ എന്ന് വരും. ഇതിന് മീനിങ് എന്താ? ഇസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവന്, ഇതിൽ എന്നൊക്കെ വരും. ഉസ്കോ ആണെങ്കിലോ അവന്, അതിൽ എന്നായിരിക്കും വരിക. ഇനി യഹ് പ്ലസ് എയോ ഇസ്സേ എന്നും വരും. വഹ് പ്ലസ് എയോ ഉസ്സേ എന്നും വരും. ഇസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇവനിൽ നിന്ന്, ഇതിൽ നിന്ന് എന്നൊക്കെയാ. ഉസ്സേ എന്ന് പറഞ്ഞാലോ അവനിൽ നിന്ന്, അതിൽ നിന്ന് എന്ന് വരും. ഇനി യഹ് പ്ലസ് ക എന്തായിരിക്കും? യഹ് പ്ലസ് ക വരുന്നത് ഇസ്ക എന്ന് വരും. യഹ് പ്ലസ് കെയോ ഇസ്കെ എന്ന് വരും. യഹ് പ്ലസ് കിയോ ഇസ്കി എന്നും വരും. ഇതിന്റെ മൂന്നിന്റെയും ഇസ്ക, ഇസ്കെ, ഇസ്കി ഇതിന്റെ മൂന്നിന്റെ മീനിങ് സെയിം ആണ്. എന്താണ്? ഇവന്റെ, ഇവളുടെ എന്ന മീനിങ് ആണ് വരിക. ഇനി വഹ് പ്ലസ് ക എന്താ? ഉസ്ക എന്നായിരിക്കും. വഹ് പ്ലസ് കെയോ ഉസ്കെ എന്നായിരിക്കും. ഇനി വഹ് പ്ലസ് കിയോ ഉസ്കി എന്നും വരും. ഇതിന്റെ മൂന്നിന്റെ മീനിങ് എന്താ? അവന്റെ, അവളുടെ എന്ന മീനിങ് ആണ്. ഇനി ഇത് മൂന്നും സെയിം മീനിങ് ആവാനുള്ള കാരണം എന്താ? എഗെയിൻ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ക എന്ന് പറയുമ്പോൾ പുല്ലിംഗ ഏകവചനാണ്. കെ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ബഹുവചനാണ്. കി എന്ന് വരുന്നത് സ്ത്രീലിംഗിലാണ്. അപ്പൊ സെയിം ആണ്, പക്ഷെ അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ ഏകവചനാണോ ബഹുവചനാണോ എന്നുള്ളതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാക്കി കീല്. ഇനി യഹ് പ്ലസ് മേമിന്റെ അർത്ഥം എന്താണ്? യഹ് പ്ലസ് മേം എങ്ങനെ വേർഡ് എങ്ങനെ വരും? എങ്ങനെ വരും? ഇസ്മേം എന്ന് വരും. ഇസ്മേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇസ്മേം എന്ന വാക്കിന്റെ അർത്ഥം ഇവനിൽ, ഇതിൽ എന്നാണ്. ഇനി വഹ് പ്ലസ് മേമോ ഉസ്മേം എന്ന് വരും. അതിന്റെ വേർഡിന്റെ മീനിങ് എന്താ? അവനിൽ, അതിൽ എന്നാണ്. ഇനി പർ വരുമ്പോ എങ്ങനെ വരും? എങ്ങനെ വരും? യഹ് പ്ലസ് പർ വരുമ്പോ ഇസ്പർ. അതിന്റെ മീനിങ് എന്താ? ഇസ്പറിന്റെ ഇവന്റെ മേൽ, ഇവൻ, ഇതിൽ മേൽ എന്നൊക്കെ വരും. ഇനി വഹ് പ്ലസ് പർ വരുമ്പോൾ ഉസ്പർ എന്നാണ് വരിക. അതിന്റെ അർത്ഥം എന്താ? അവന്റെ മേൽ, അതിന്മേൽ എന്ന് മീനിങ് വരും. ഇനി കോൻ എന്ന വാക്കിന്റെ നേ ഒപ്പം വരുമ്പോൾ എന്ത് വരും? കോൻ എന്നതിന്റെ നോക്കാം നമുക്ക്. കോൻ പ്ലസ് നേ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കിസിനെ അഥവാ കിനോനെ എന്ന് വരും. കിനോനെയൊക്കെ ഉപയോഗിക്കൽ വളരെ കുറവാട്ടോ. കൂടുതൽ ഉപയോഗിക്കുന്നത് കിസീനെന്നാണ്, പക്ഷെ അത് കുറവാണ്. ഇനി കോൻ പ്ലസ് കോ എന്ന് വരുമ്പോഴോ ഇതില്ല കേട്ടോ. ഓക്കെ, കിസ്കോ എന്ന് വരും. കിസ്കോ അതിന്റെ കിസ്കോ എന്ന് വരും. ഇനി കോൻ പ്ലസ് സേ വരുമ്പോഴോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാറ്റേൺ പിടികിട്ടിട്ടുണ്ടാവും. കിസ് സേ എന്നായിരിക്കും വരിക. അടുത്തത് കോൻ പ്ലസ് കായോ കിസ്ക, ആരുടെ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. കിസ് പ്ലസ് കോൻ പ്ലസ് കെയോ കിസ്കെ. ഇനി കോൻ പ്ലസ് കിയോ കിസ്കി. കോൻ പ്ലസ് മേമോ ഇനി കോൻ പ്ലസ് മേം എന്ത് വരും? കിസ്മേം എന്ന് വരും. നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടിക്കാണും. ഇവിടെ എന്ത് വരും? കോൻ പ്ലസ് പെറോ കിസ്പർ എന്നും പറയും. സെയിം സംഭവം തന്നെയാണ് ഇനി കോയി എന്നതിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ കോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരെല്ലാം ഏതെല്ലാം എന്നാണ്. ഇനി കോയിയോ
ആരോ ഏതോ ആരും ഏതും എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഇത് ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം കാണുക, എന്നാലായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുക. ഇതിൻ്റെ എന്തായിരിക്കും മീനിങ്? ഇപ്പം എഴുതിയതിൻ്റെ മീനിങ് എന്താണ്? കോയി പ്ലസ് നേ വരുമ്പോൾ നമുക്ക് ഇപ്പം ഈ എഴുതിയല്ലോ, അതിൻ്റെ മീനിങ് എന്തായിരിക്കും വരിക? സെയിം മീനിങ് ആണ്, ആരോ ഏതോ ആരും ഏതും എന്നൊരു മീനിങ് ആയിരിക്കും വരിക. ഇനി ഈ കോയി പ്ലസ് കോ വരുമ്പോൾ എന്തായിരിക്കും വരിക? കിസി കോ എന്നായി. ഈ ഒരു ഇതില്ല കേട്ടോ. ഓക്കെ, ഇനി കോയി പ്ലസ് എ വരുമ്പോഴോ? കിസി സെ. ഇനി കോയി പ്ലസ് കാ വരുമ്പോഴോ? കിസി കാ. ഇനി കോയി പ്ലസ് കെ വരുമ്പോഴോ? കിസി കെ. കോയി പ്ലസ് കി വരുമ്പോഴോ? കിസി की. कोई प्लस मेम किसी में. कोई प्लस पर किसी पर. ഓക്കെ ആണല്ലോ. അടുത്തത് ജോ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ജിസ് ജോ വരുമ്പോ എന്തായിരിക്കും വരിക? ജോ വരുമ്പോ ഇപ്പൊ ജോ പ്ലസ് കാ വരുമ്പോ എന്ത് വരും? ഈ ഒരു രീതിയിൽ ജിസ്ക എന്നായിരിക്കും വരിക. ജിസ്ക. ഇനി കെ വരുമ്പോഴോ? ജിസ് കെ എന്നും വരും. ഇവിടെയോ? ജിസ്കി എന്നായിരിക്കും വരിക. അടുത്ത ജിസ് പ്ലസ് മേം എന്തായിരിക്കും വരിക? ജിസ്മേം എന്ന് വരും. ജോ പ്ലസ് പെറോ? ജിസ്പർ എന്നും വരും. ഇനി ജോ പ്ലസ് സേയോ? ജിസ് സേ എന്ന് വരും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ വേർഡ്സും നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഇവിടെ എന്ത് വരും? ജോ പ്ലസ് കോ വരുമ്പോൾ ജിസ് കോ എന്നും വരും. ഇവിടെയോ? ജിസ്നെ എന്നും വരും. ജിസ്നയുടെ ഒക്കെ മീനിങ് എന്താ വരിക? ജിസ്നയുടെ മീനിങ് എന്താണ്? ജിസ്നെ എന്നതിൻ്റെ മീനിങ് എന്താണ്? യാതൊരുവൻ, യാതൊരുവൾ, യാതൊരുത്തർ, യാതൊരു എന്നതാണ് ഇതിൻ്റെ മീനിങ് വരിക. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഞാനിപ്പോൾ മീനിങ് പറഞ്ഞു തന്നത് അതിൻ്റെ കൂടെ എഴുതി വെക്കുക. ബാക്കിയുള്ളതെല്ലാം ഓരോ പാറ്റേൺ. ഈ ലാസ്റ്റത്തെ 3 എണ്ണം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെയർലി ആണ്. പക്ഷെ ഈ 3 എണ്ണം ഒഴികെ ഈ വഹു വരെയുള്ളതിൻ്റെ മീനിങ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് കിസ്കയൊക്കെ നമുക്ക് ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ പഠിച്ചു പോയത്. അപ്പം ഈ ഒരു ക്ലാസ് കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മുന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോഴേക്കും ക്ലാസ് ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.